മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് എണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം വികസ്വര രാജ്യങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം. പാചകവാതക ഇന്ധന വിലകളിൽ മാറ്റമുണ്ടായാൽ അത് നമ്മുടെ കുടുംബ ബജറ്റിനെ വല്ലാത്ത താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാണ് ആഗോള എണ്ണ വിപണിയിലെ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബിസിനസ് ഡെസ്കിൽ നിന്ന് ക്രിസ്റ്റിന ചെറിയാൻ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, ഓവർ ടു യു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന യുദ്ധത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റിയാണ്. പക്ഷേ യുദ്ധത്തിന് മുൻപും ശേഷവുമുള്ള സാമ്പത്തിക കാര്യങ്ങൾ, യുദ്ധത്തിന് മുമ്പുള്ള സാമ്പത്തിക കാരണങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാമ്പത്തികമായ കാരണങ്ങൾ, ആയുധ കമ്പനികളുടെ പള്ള വീർപ്പിക്കാനുള്ള അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട യുദ്ധങ്ങൾ, അതിനുശേഷം യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ അടുക്കളയിലുണ്ടായ ആ താളം തെറ്റൽ, അതായത് പാചകവാതക വില സിലിണ്ടർ ഒന്നിന് 60 രൂപ കൂടിയപ്പോൾ നമ്മുടെയൊക്കെ വീട്ടമ്മമാരുടെ ചങ്കിലുണ്ടായ ആ തീ, അതാണ് യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം. ഇവിടെ ഈ മധ്യപൂർവേഷ്യയിലെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ ബാധിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ എണ്ണവില അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി മുഖേനയാണ് അത് മറ്റു രാജ്യങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറുന്നത്. ഇവിടെ എന്താണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എണ്ണവിലക്കയറ്റം മറ്റുള്ളവരെ ബാധിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്നത്. എണ്ണ വിതരണ ശൃംഖലയിലെ പ്രധാന ഇടനാഴിയാണിത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 അഥവാ 20% എന്ന് പറയുന്നത്, കടലിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 20% എന്ന് പറയുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഏത് സംഘർഷവും അതുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും കൃത്യമായി ബാധിക്കും. 4 വർഷത്തിന് ശേഷം ആദ്യമായി ക്രൂഡ് ഓയിൽ വില ഏറ്റവും ഉയർന്ന ഒരു നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ബാരലിന് $119 എന്ന നിലയിൽ ഇന്നലെ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരുന്നു. ഇത് 30% വർധനയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ചെറിയൊരു ഇടിവ് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായി. $101 ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ സംഘർഷം നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ വില കൂടാനാണ് സാധ്യത. ഇത് 2022 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വില എന്ന് നമുക്ക് പറയാം. ഇനി ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ആശങ്കയിലാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അത് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാലും ചൈനയ്ക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ ഒരു സംഘർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ അയൽപ്പക്കത്തേക്ക് നോക്കിയാൽ, പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഒക്കെ നോക്കിയാൽ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ ഇതുപോലെയുള്ള ഒരു ഓയിൽ സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇന്നലെ 55 രൂപയാണ് ലിറ്ററിന് പെട്രോളിനും ഡീസലിനും കൂട്ടിയത്. 1 ലിറ്റർ പെട്രോളിന് 321 പാക് രൂപയും 1 ലിറ്റർ ഡീസലിന് 331 പാക് രൂപയും കൊടുക്കേണ്ട അവസ്ഥയാണ്. ബംഗ്ലാദേശിലും സമാനമായ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് IMFന്റെ ഒരു നിർദ്ദേശപ്രകാരം കൂടിയാണ് പാകിസ്ഥാനിൽ ഇന്ധനവില കൂട്ടാൻ സർക്കാർ തയ്യാറായത്. കാരണം IMFന്റെ സഹായം അവർക്ക് വേണം എന്നുള്ളതുകൊണ്ട്. ഇനി പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അനാവശ്യ യാത്രകൾ ഉപേക്ഷിക്കാനും സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചിടാനും അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഇന്ധനശേഖരം നടത്തുന്നത് കുറയ്ക്കാനും ഒക്കെയുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ റേഷനിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പല രാജ്യങ്ങളും വരികയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് കുറയ്ക്കുക, ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ ആവശ്യമുള്ള യാത്ര എന്താണ്, ആവശ്യമില്ലാത്ത യാത്ര എന്താണെന്നൊക്കെ നമുക്കൊരു തരംതിരിവൊന്നും ചെയ്യാൻ സാധിക്കില്ല. എത്ര പേര് അതിന് തയ്യാറാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്നുണ്ട്. വലിയ ഇന്ധന വിലക്കയറ്റത്തിലേക്ക് പോകുന്നുണ്ട്. കരിഞ്ചന്തക്കാർ ഇവിടെ പിടിമുറുക്കുന്നുണ്ട്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ ബ്ലാക്കിൽ എണ്ണ വിൽക്കുന്ന പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്ത് കാശുള്ളവർ എണ്ണ ശേഖരിച്ചു വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എണ്ണ അവൈലബിൾ ആകുമോ എന്നൊരു ചോദ്യം കൂടി ഈ 2 രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. 20% വർധനയാണ് പാകിസ്ഥാനിൽ എണ്ണയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി മറ്റ് രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ആഴ്ചത്തെ സ്റ്റോക്ക് നിലവിലുണ്ടെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ 8 ആഴ്ച എന്ന് പറയുമ്പം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതിദിനം യൂസ് ചെയ്യുന്നത് 50 ലക്ഷം ബാരൽ എണ്ണയാണ്. അപ്പോൾ ഈ അധിക വില വരുമ്പോൾ ഇന്നലത്തെ വില വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1850 കോടി രൂപ ഗവൺമെന്റ് എക്സ്ട്രാ ചെലവാക്കണം. ഒരു വർഷമാണെങ്കിൽ 6.5 ലക്ഷം കോടി. നമ്മൾ വർഷത്തേക്ക് പോകുന്നില്ല. ഈ 8 ആഴ്ചയ്ക്ക് ശേഷം ഈ സംഘർഷം ഇനിയും കൂടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ലോട്ടറി അടിച്ച രാജ്യമെന്ന് പറയുന്നത് റഷ്യയാണ്. പുടിൻ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് ആ യുക്രൈൻ യുദ്ധം നടക്കുന്ന കാലത്തുള്ള ആ പറയുന്ന അനിഷ്ടമോ വെറുപ്പോ ഇഷ്ടക്കേടോ ഒന്നും ഇപ്പോൾ റഷ്യൻ എണ്ണയോടില്ല. ഉപരോധം പതുക്കെ നീക്കി കൊടുക്കുകയാണ്. ഇന്ത്യ വേണമെങ്കിൽ വാങ്ങിച്ചോ, യൂറോപ്യൻ യൂണിയൻ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോട്ടറി അടിച്ചിരിക്കുകയാണ് റഷ്യക്ക്. പരമാവധി ഈ ഒരു അവസ്ഥ മുതലെടുക്കാനാണ് പുടിന്റെ ഒരു തീരുമാനം. അപ്പം യൂറോപ്യൻ യൂണിയനെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് എണ്ണ വേണോ, ഇന്ത്യക്ക് എത്ര എണ്ണ വേണം, എത്രയും തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾക്ക് തയ്യാറാണ്. അപ്പോൾ റഷ്യക്ക് അവിടെ ഒരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പല ഏഷ്യൻ രാജ്യങ്ങളും, തായ്ലൻഡും പോലെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും അവർ ഇന്ധന വിലയുടെ കാര്യത്തിൽ ഒരു ക്യാപ്പ് വെക്കാൻ പോകുന്നു. ഇനി LNGയുടെ കാര്യത്തിലേക്ക് വന്നാൽ പാചകവാതക പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
കുടുംബത്തിൽ അടുക്കള പൂട്ടിയിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനൊക്കെ കാരണഭൂതനായ ട്രംപ് 2 ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണ്ട് ഫ്രഞ്ച് രാജ്ഞി മേരി ആന്റണൈറ്റ് പറഞ്ഞ പോലെ അവർക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്ന് പറഞ്ഞ പോലെ ദേ റൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയില്ല യുദ്ധം ഈ കൂടുതൽ നീണ്ടുപോകാതിരിക്കട്ടെ, സംഘർഷം നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.